ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ കണ്ണെന്നെ തുറക്കാതെ ക്ലയാമീസ് ജപ്പാനീസുകാരെ പോലെ എന്തിനാണ് ഈ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഈ മാസം അധികം വ്ളോഗ് വരാൻ അങ്ങനെ ചാൻസ് ഇല്ല. അപ്പോൾ ഉള്ള വ്ളോഗ്സ് ഞാൻ മാക്സിമം എടുക്കുകയാണ്. കാരണം കുറച്ച് അധികം ഡേറ്റ്സ് ബുക്ക്ഡാണ്. ബട്ട് ഐ വിൽ ട്രൈ ടു മാനേജ് ആൻഡ് ഐ വിൽ ട്രൈ ടു ഡു വ്ളോഗ്സ് എവറി ഡേ എന്നാണ് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നത്. പക്ഷേ ചില ഡേയ്സിൽ എനിക്ക് എന്തായാലും പറ്റില്ല. കാരണം 18 വരെ എനിക്ക് ഈ മാസത്തെ ഓരോ ഡേറ്റും ബുക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുത്ത് ഫുള്ളാക്കും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അഫിൻ്റെ കൂടെയാണുള്ളത്. നമ്മൾ ഇന്ന് റിനാൻ്റെ കൂടെയാണുള്ളത്. രാവിലെ തന്നെ 2 ഡിസ്കുകൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. എനിക്കറിയില്ല കെമിസ്ട്രി കൺഫർമേറ്ററി അറിയില്ല. കോമേഴ്സ് എന്താ ചോദിക്കി? സയൻസ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് ഞാൻ. കോമേഴ്സ് ചോദിച്ചപ്പോൾ എനിക്ക് ഇതിൽ ഉത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാവും. കോമേഴ്സിൽ അറിയാം, ഏകദേശമൊക്കെ അറിയാം. വണ്ടിയിൽ ചായ പിടിക്കട്ടെ. ഇന്ന് പാട്ട് മത്സരം ഉണ്ട് കേട്ടോ. എപ്പോ? വണ്ടിയിൽ ഇപ്പോൾ പോകുമ്പോൾ അല്ലാ ട്യൂണ് തരും, അതിനനുസരിച്ച് പാടാം. ഇമ്മേ സുഹൃത്തുക്കളെ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഹനുമാൻ ഷേയുടെ ബ്ലോഗ് നമ്മൾ കയ്യിൽ തരുന്നത്. അപ്പോൾ നമ്മളെ ഏതാനും ടൈമിൽ നമ്മൾ അഫീഫിനെ 11 മണിക്കുള്ള എക്സാമിന് 10:59 അവിടെ എത്തിക്കുന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. 10-നും 10:30ക്കും ഇടയ്ക്ക് പോവാ. അപ്പം ഇന്നലെ മാഷാഅല്ലാഹ് നമ്മൾ ഫുള്ള് യാത്ര ചെയ്തിരുന്നത് നമ്മളെ വണ്ടിയിലാണ് കേട്ടോ. അടിപൊളി. ഒന്ന് കേകിടണമെന്ന് കേയിക്കാനാണ് പണിയോ. കേയിക്കാലും തീരൂല വണ്ടി. കേയിക്കാലും തീരാത്ത വണ്ടിയാണ്. ഓ മാഷാഅല്ലാഹ്, പടച്ചവൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് നല്ലൊരു പോർച്ച് നമുക്ക് കെട്ടാൻ പറ്റി. സൂപ്പർ പോർച്ചാ. ഇപ്പോൾ പോർച്ചിൽ നമുക്ക് എന്താ പറയുക, ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1, 2 എത്ര ടേബിൾ ഇടാൻ പറ്റും? ജീവൻ മാനേജ്മെന്റ് അല്ലേ? ഇവിടെ എത്ര ടേബിൾ ഇടാൻ പറ്റും പറയുകയാണെങ്കിൽ ആ സൈഡിൽ ലേഡീസിനും ഈ സൈഡിൽ ബോയ്സിനും. അത് ലേഡീസ് വെയിലത്തും ബോയ്സ് തണലത്തും എന്നുള്ളൊരു സെറ്റപ്പ്. എന്താ നൈറ്റ് അവിടെ കിട്ടുള്ളൂ വന്നല്ലേ? ഊണാല് 4 കാലം ബുക്കുള്ളൂ. എന്നിട്ട് അല്ലെങ്കിൽ എന്നെ സ്പ്ലിറ്റ് ആക്കിയിടുക, ഇങ്ങനെ റൗണ്ട് ആക്കി. ഏകദേശം ഒരു 10-26 ടേബിൾ പോകും. 26 റൗണ്ട് ടേബിൾ ആണോ ഇപ്പോഴത്തെ കല്യാണത്തിന് കൂടുതൽ ഉണ്ടാവുക? സ്ക്വയർ ടേബിൾ ആണോ? റൗണ്ട് ടേബിളാണ് ഇപ്പോഴത്തെ ഒരു മോഡൽ. റൗണ്ടിൽ ഇരിക്കുക. 2026 പുതിയ വന്ന മോഡലാണത്. അല്ല, ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണത്. സ്റ്റൈല് എല്ലായിടത്തും അതല്ലേ കാണുന്നത്. ഇവിടെയും മറ്റേ റൗണ്ട് ടേബിൾ ആണെങ്കിൽ ഇവിടെ എത്ര ടേബിൾ പോകും അറിയോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ടേബിൾ പോകും. 20 ടേബിൾ പോകുന്നറിയില്ല. നമ്മളെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും മാർക്കോന്റെ ഇപ്പോ കേട്ടത് എങ്ങനെ തിന്നെങ്ങനെ അതിനനുസരിച്ചുള്ള എന്ത് കൊടുക്കുക? സീറ്റ് അങ്ങനത്തെ അടുത്തൊന്നും ഞാൻ ഇതുവരെ ഒരു കല്യാണത്തിന് പോയിട്ടും ചെരിഞ്ഞു നിന്നിട്ടില്ല. മോഡൽ ഇവന്റ് ആയിക്കോട്ടെ. ചില കാലൊക്കെ ഇങ്ങനെ ഇവിടെ ചെറുതും ഇവിടെ വലുതും. ഇല്ല, പോവാണ്. അധികം നീണ്ട കാലത്തിന് ശേഷം വീട്ടിലേക്ക് എന്ത് ഇല്ല, ഡ്രസ്സാലാണ് തിരുമ്പനെ കാണാം. ചിലപ്പോൾ സ്മെല്ലൊക്കെ കേട്ടോ. കാര്യപ്പെട്ടൊന്നുമില്ല, ചിലപ്പോൾ കുറച്ച് സ്മെല്ലുണ്ടാവും കാര്യപ്പെട്ടെ. കാരണം ഒരാഴ്ചത്തെ ഡ്രസ്സാണ് ഇതൊക്കെ. ഇല്ല, നമ്മൾ പോയി ഫുഡ് കഴിക്കാം. നമ്മളൊരു വാക്കാണ് നീണ്ടു പോവില്ല. അഫി എടുത്തു. അഫിയല്ല ഇത്രയും നേരം തിരക്കൂട്ടിയേ. ഒന്നാകാൻ പറ്റി കഴിഞ്ഞിട്ടില്ല. ഈ ജനലാരാ തുറന്നത്? ഞാൻ നല്ല രാത്രി അടച്ചതാണുള്ളത്. ഇത് ഞാൻ അടച്ചിക്കണല്ലോ ഇന്നലെ. എല്ലാവരും കള്ളം കയറി കണ്ണാ തട്ടിക്കറി കള്ളം പറയണാകെ കേസിനാട്ട് കൂടെ കള്ളന്മാർ കയറും. അതേ കാണുന്നല്ലോ നമുക്ക് പെരും കൊരച്ചി പട്ടി കൊടുക്കുക. പട്ടികളെ കള്ളന്മാര് കയറി ആദ്യത്തെയും അങ്ങനെ ആദ്യത്തെയും അവസാനത്തെയും കയറലാവും. ആ എട്ടിട്ടാ കണ്ണുമൊക്കെ വെച്ചാ
കള്ളന്മാരിങ്ങനെ വരുന്നത് മാത്രം കള്ളന്മാർക്ക് ഓർമ്മ ഉണ്ടാവും. ബാക്കി നോക്കും. 700 PSI ആണ്. ഈക്വൽ ടു എ ലയൺസ് ബൈറ്റ്. അതൊക്കെ ഒരു പകുതി കാണുമ്പോൾ തന്നെ കാനെ കോർസോസ് ബൈറ്റ് ഈസ് ഈക്വൽ ടു എ ലയൺസ് ബൈറ്റ് എന്നാണ്. നോക്ക് വീട്ടിലേക്ക് കണ്ടിട്ടോ. മാർക്കോ അഫീഫിനോട് മാത്രമാണ് മാർക്കോ ക്യൂട്ടിട്ടോ. ബാക്കിയുള്ള എല്ലാവരോടും മാർക്കോ കുറച്ച് റഫ് ആൻഡ് ടഫ് ആണ്. എന്ത് ആ നമ്പറിന് കൺഫേം ആവും. നമ്പർ ചെറിയ നമ്പർ, ഞാൻ വലിയ നമ്പറൊന്നും എടുത്തിട്ടില്ല പ്രാവശ്യം. എല്ലാരും നമ്പറിന് വൻ ഹൈപ്പ് കൊടുക്കണ്ട. ഇതിനകത്ത് നമ്പർ എടുക്കൂല, കാരണം ഇത് മഞ്ഞ പ്ലേറ്റ് ആവും. അപ്പൊ മഞ്ഞ പ്ലേറ്റ് ആവുമ്പം എനിക്ക് തോന്നണില്ല അത് ഫാൻസി നമ്പർ വലിയൊരു രസം ഉണ്ടാവും എന്നുള്ളത്. ഇത് ഞാൻ ആഗ്രഹിച്ചെടുത്ത നമ്പറാണ്. ഇത് എനിക്കിത് ആര് ലേലം വിളിച്ചാലും എനിക്കിത് കിട്ടണം എന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അതുപോലെ അതും എൻ്റെ ആഗ്രഹമായിരുന്നു. അത് രണ്ടും ഒരേ ടൈമിൽ ഇറങ്ങിയ വണ്ടിയുണ്ട്. പക്ഷേ രക്ഷപ്പെട്ട് ഇപ്പച്ചിയാളാ. ഇപ്പച്ചിക്കില്ലേ ഒരു ഉറുപ്പ്യ കൊടുക്കാതെ നമ്പർ ഇട്ടില്ല അംസോക്ക. ആടോ ആ നമ്പറിന് പൈസ ഉണ്ട് ശരിക്കും. ഇപ്പച്ചിൻ്റെ ഈ നമ്പറിന് ഇതിന് ഈ നമ്പറിന് ശരിക്കും പൈസ ഉള്ള നമ്പറാട്ടോ. 5335 ലേലൊക്കെ വരുന്ന മിനി ലേലങ്ങളൊക്കെ വരുന്ന നമ്പറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലേലം വരുന്നതാണ്. ഇപ്പോൾ വണ്ടി ഫീൽഡിലുള്ളവർക്ക് അറിയും. പക്ഷേങ്കിൽ ഇപ്പച്ചി അപേക്ഷിച്ചിട്ട് ഇപ്പച്ചിക്ക് നമുക്ക് നോർമലി കിട്ടൂലേ, സാധാ പോലെ കിട്ടില്ല. ഇപ്പം ഇതിനൊക്കെ കിട്ടിയ പോലെ അങ്ങനെ അങ്ങോട്ട് കിട്ടി 5335. ആ ഇപ്പച്ചി കൊണ്ടുവന്നിട്ടല്ലേ, അല്ലെങ്കിൽ അതാ നല്ലത്. ഹായ് ഒരു ചാറ്റ് എടുക്കും ഫാത്തിമ. അപ്പോൾ നമുക്ക് നാളെ എവിടെ നമുക്ക് പരിപാടി ഫാത്തിമ? ബാംഗ്ലൂർ നലപാട് കോളേജിൽ നമുക്ക് നാളെ പരിപാടിയുണ്ട്. നാളെയല്ല മറ്റന്നാളാണ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് നാളെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൻഡ് മെമ്പേഴ്സ് ഫുള്ള് ജാഗരൂകരാണ്. പുതിയ പരിപാടികൾക്ക് പുതിയ പാട്ടുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബാൻഡ് മെമ്പേഴ്സ് KPയും എല്ലാവരും നമ്മൾ ജാഗരൂകരായി പരിപാടിക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം പോവാ. ഷാദി മസ്തി നമുക്ക് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ KP. ജിരിക്ക് ഓലങ്ങനെ ബാക്കിലിരുന്നു. ഒരു ബെൽറ്റ് ഇട്ടാണ്ടിരുന്നു. ഓഫാക്കണോ? പോസ് ചെയ്താ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ നമ്മൾ പുറപ്പെടുകയായി. അഫീഫിനെ പരീക്ഷയ്ക്കാക്കാൻ. അഫീഫിൻ്റെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് എടുത്ത് പഠിക്കണം. നീ അവിടെ തട്ടൂല. കാരടാ അഫീഫൊക്കെ പോയി കേട്ടോ. അഫീഫ് ഉണ്ടോ? അപ്പോൾ ഒരു തിരക്ക് കുറഞ്ഞ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു തിരക്ക് പറയാം. നമ്മൾ വെറുതെ വെക്കുമ്പോൾ തിരക്ക് കൂടുക. തുറക്കടാ, കേറ്. ആ വരണമെങ്കിൽ വരാം. എന്തേ വാട്ട് ഹാപ്പൻഡ്? അടച്ചോ ആ റിസോർട്ടത്തെ സംശയങ്ങൾ തീർക്കാം. ആയിക്കോട്ടെ, എപ്പോഴും എത്തിയിരിക്കും. ഏതാ ഫ്രെയിം രസം? ശരിയാതെ അങ്ങനെ സ്ട്രൈറ്റ് ആക്കി. മാർക്കോ മലയാളി പൊട്ടാൻ പോണ് പരീക്ഷക്ക്. ഇനി ഫുൾ ടൈം ഉണ്ടാവും. മാർക്കോ മലയാളി ഫുൾ ടൈം പരീക്ഷക്ക് ഉണ്ടാവും. മലയാളി മാർക്കോ എത്ര മാസമായിട്ടുള്ളൂ മാർക്കോഫിയെ? ഓൺലി ഞാൻ 7 മാസത്തിലാണ് പ്രസവിച്ചത്. ആഫിയോ? റിനാനോ 11 ആവും. 6 4:45 കരന്ന. ആറാം മാസത്തിലൊക്കെയാണ് പ്രസവിച്ച. നല്ല രസം. ഇനി ഉണ്ടാവും ചിലപ്പോ.
ചിലപ്പോ ഉണ്ടാവും ചെയ്യും കേട്ടോ. 7 മാസമായിട്ട് ഇപ്പൊ ഞാൻ ഉണ്ടായില്ലേ. ജനനം നടന്നിക്കണം എന്തായാലും. അപ്പൊ ഇന്ന് എന്ത് പരീക്ഷയാണ് നടക്കാൻ പോണത്? കെമിസ്ട്രി ഒറിജിനൽ എക്സാമോ? പ്രാക്ടിക്കൽ പറഞ്ഞാൽ മറ്റേ ഇവിടേക്ക് എടുക്കണതോ? അല്ല, ഇത് മെയിൻ പരീക്ഷന്റെ ഇതിൽ കൂട്ടോ? പബ്ലിക് എക്സാമിനാണ്. എന്താണ് അമോണിയ ഉണ്ടത്? അമോണിയയിലൊക്കെ മറക്കാൻ പറ്റാത്ത അമോണിയ മാത്രമാണ് ഞാൻ ശാസ്ത്രത്തിൽ മറക്കാത്തൊരു രാസം. എന്താണ് അതിന് പറയാ? കെമിക്കൽ അല്ലേ? എന്താ പറയാ? എന്താണാവോ എന്തായാലും അത്. അല്ല, അതിനൊരു പേരുണ്ടല്ലോ. അമോണിയ പറയുന്ന എന്താ സംഭവം? അമോണിയ ഒരു ഇപ്പൊ സ്പ്ലെൻഡർ പറയുന്ന ഒരു ബൈക്കാണ്, ഹൈക്രോസ് പറയുന്ന ഒരു കാറാണ്. അമോണിയ പറഞ്ഞ എന്താണ് റിനാനെ? അമോണിയ പറഞ്ഞ അമോണിയ എന്ന് പറഞ്ഞാൽ ഒരു രസതന്ത്രത്തിലെ ഒരു കെമിസ്ട്രി ആണ്. അതാണ് അമോണിയ പറഞ്ഞ കെമിസ്ട്രി ആണ്. എടാ, അമോണിയ പറഞ്ഞ കെമിസ്ട്രി ആണ്, അമോണിയ പറഞ്ഞ മാത്സ് അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ചോദിക്കണത് സ്പ്ലെൻഡർ ഒരു ബൈക്കാണ്, ഇപ്പൊ പാഷൻ പ്രോ ഒരു ബൈക്കാണ്, ഗ്ലാമർ ഒരു ബൈക്കാണ്. അവിടെ സപ്പോർട്ട് ചെയ്യണ്ട, ബാക്ക് സപ്പോർട്ട് ചെയ്യ. അർബാനി പറഞ്ഞ ഒരു വാനാണ്. അപ്പം അമോണിയ പറഞ്ഞ എന്താണ്? അമോണിയ പറഞ്ഞ രസതന്ത്രത്തിലെ ഒരു ഘടകമാണ്. ഘടകല്ല, അതിപ്പോ ടൊയോട്ടന്റെ ഒരു ഘടകമാണ് ഇന്നോവ, ടൊയോട്ടന്റെ ഒരു ഘടകമാണ് ഫോർച്യൂണർ, അങ്ങനെ പറയാം. പക്ഷെ അതല്ല എനിക്ക് വേണ്ട, അതിനൊരു എക്സാക്ട് വേർഡ് ഉണ്ടാവും. അമോണിയ പറഞ്ഞ ഒരു കെമിക്കൽ ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? അതെന്താണ്? പക്ഷെ ആർക്കും ബുദ്ധി ഇല്ലാരും ഇല്ല ഇപ്പൊ കൂട്ടത്തില്. കെമിസ്ട്രി അമോണിയ അല്ലാത്ത കുറച്ച് വേറെ കാര്യങ്ങൾ എനിക്കറിയാം. ഒന്നും എനിക്കറിയണ 2 വാക്കോ. KLMNO ABCD അല്ലേ? അല്ലല്ല, പിന്നെ വേറെ തന്നെ ഞാൻ കുറെ പഠിച്ചത് ഞാൻ പറഞ്ഞല്ലോ. സോഡിയം അങ്ങനെ എന്തൊക്കെയോ ഒരു പാട്ടുണ്ട്. ആ പാട്ട് പഠിക്കാം കെമിസ്ട്രിയില്. NaCl സോഡിയം ക്ലോറൈഡ് ഓപ്പൺ കണ്ടം സ്റ്റാർ. അറിയോ? NaCl അല്ലെ? സോഡിയം ക്ലോറൈഡ് അല്ലെ? ഓപ്പൺ കണ്ടം സ്റ്റാർ. അതെങ്ങനെ അറിയോ? മാനഭാഷ ഞങ്ങൾ എങ്ങനെ പാട്ടടി പഠിപ്പിച്ചു. അതൊക്കെ എനിക്ക് ഓർമ്മ 10ാം ക്ലാസ്സിൽ എഴുതിയതൊക്കെ. NaCl സോഡിയം ക്ലോറൈഡ് ഓപ്പൺ കണ്ടം സ്റ്റാർ. ആ പാട്ടടി പഠിച്ചത് ഓപ്പൺ കണ്ടം സ്റ്റാർ മറ്റേ സാധനല്ലേ? ഓപ്പൺ കണ്ടം സ്റ്റാർ അല്ല, ഇയാളങ്ങനെ തന്നെ പഠിപ്പിച്ച. NaCl സോഡിയം ക്ലോറൈഡ് ഓപ്പൺ കണ്ടം സ്റ്റാർ. ഓപ്പൺ കണ്ടം സ്റ്റാർ മറ്റേ റീലുണ്ട് ചങ്ങായി മാസായിട്ട് എന്താക്കി പറയണ പറയാ. അല്ല, ഇത് സത്യാണ്. NaCl അത് ഓനെ അറിയാം. അപ്പൊ ഉണ്ടാക്കി പറഞ്ഞല്ല NaCl സോഡിയം ക്ലോറൈഡ് അപ്പൊ ഇല്ല തന്നെയാണ് എല്ലാം പറഞ്ഞേ. എനിക്ക് അത്ര പൊട്ടണമെന്നല്ലേ വിവരണ്ടേ. അടുത്ത ചലഞ്ച് എന്താ വെച്ചാല്, ഞാനൊരു പാട്ടിന്റെ വരി തരും. അപ്പൊ അതില് പ്രണയം വേണം. എനിക്ക് വേണ്ട ലിറിക്സ്. ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പാട്ട് മാത്രം തരാം, ഈ ലിറിസിസ്റ്റ് ആണ്. ദേവിടെ പാടരുത് കേട്ടോ അതില്. പ്രണയാണ് വേണ്ടത്. പെണ്ണെ നീ എന്നെ ചതിച്ച് പോയല്ലേ. ഞാൻ പറയണത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആയിട്ടുള്ള പാട്ടുകൾ വേണ്ട. നീ നോക്കല്ലേ പെണ്ണെ, അതും വേണ്ട. ട്രൂ സ്റ്റോറി വേണ്ട. ട്രൂ സ്റ്റോറി നല്ലതേ. ട്രൂ സ്റ്റോറി അല്ല. എന്താ പാടാ? കേപ്പിയാ ഇന്നലെ പാടില്ല. ഇന്നത്തെ പാടല്ലേ? ഇന്നലെ വൈറലായി. അങ്ങനെ ഒന്നുകൂടി പെണ്ണല്ലേ കണ്ണ് ചിനിക്കും പെണ്ണല്ലേ ചിരിക്കും പെണ്ണല്ലേ. പ്രാസം തെറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടുത്ത് സ്വന്തം പ്രണയിനോടാ ചോദിക്കണം നീ ഏതാന്ന്. അത് മീനിങ് തന്നെ തെറ്റാ. അല്ലേ എന്റെ പ്രണയിനി നീ ഏതാണ്? ആരാണ് എന്റെ പ്രണയിനി? മനസ്സിലായില്ലേ? ഞാൻ തിരിച്ചൊരു മറങ്ങാല. എനിക്ക് കസാമേരിട്ട് ഇറങ്ങണ്ടേ? അല്ല, എനിക്ക് എവിടെ ഇറങ്ങണ്ടേ? എനിക്ക് തിരിച്ചൊരു മറങ്ങിയാ മതി. ഓനെ സ്കൂളാക്കി കസാമേരി. അല്ല, നീ റിനാനെ വിളിക്ക് എക്സാം നടക്കുമ്പോ എനിക്ക് ക്ലാസ് ഇല്ല. എനിക്ക്
ശരിക്കും 6 മാത്രമുള്ള കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 6. അപ്പൊ നിങ്ങൾക്ക് സ്കൂള് പൂട്ടിയ പോലെയാണല്ലോ അപ്പൊ എനിക്ക്. ക്ലാസ് ഇറക്കുന്നുണ്ട് 2 തിരിച്ചിരിക്കണേ ക്ലാസ് ഇറക്കുന്നുണ്ട് 2 തിരിച്ചിരിക്കണേ. എ ബാച്ച് ബി ബാച്ച്. ഞാൻ ബി ബാച്ചിലാണ്. സ്കൂളിൽ വരാത്തൊരു വീട്ടിലിരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞു. പഠിത്തം എന്തായാലും വീട്ടിലിരുന്നാണ്ട് കറക്റ്റ് നടക്കുന്നുണ്ട്. 3, 4, 5, 6 പഠിച്ചോണ്ടിട്ടോ. ഒരു പണിയില്ലേ, അല്ല പണിയില്ലൊന്നും പഠിച്ചോണ്ടി. പക്ഷെ എന്റെ ഒപ്പം പോരുമ്പോ എന്തായാലും പഠിച്ചണില്ല. അപ്പൊ എന്റെ ഒപ്പം പോരാത്തപ്പോ നല്ലോണം പഠിച്ചോണ്ടി. 10 ഞാൻ ഉണ്ടാവും അറിയുന്നത്. എന്ത് 10 എക്സാം ഉണ്ട് പോരണ്ടാലും. ഞാൻ 14 കണ്ണൂർ നമ്മളെ ഫുൾ ബാൻഡിന്റെ ഷോ ഉണ്ട്. നമ്മൾ ഇതുവരെ കണ്ണൂർ ഫുൾ ബാൻഡ് പെർഫോമൻസ് ആയിട്ട് വന്നിട്ടില്ല. നമ്മൾ അർബാനിയ പോകും മിക്കവാറും. അർബാനിയിൽ എന്താ ഗ്യാപ്പിന് കമ്മി? എനിക്ക് എക്സാം എന്നാ? എനിക്ക് എക്സാം ഇല്ല, മാർച്ച് 6 ഉള്ളൂ. ആ അപ്പൊ പോരാ എനിക്ക്. ഉറപ്പല്ലേ? ആ അപ്പൊ പോരാ. ഓക്കെ എന്നാ അന്ന് പറയണ്ട് രാവിലെ. തലേദിവസം പോവും. ഇവിടുന്നല്ലേ പോവാ, പെരീന്നല്ലേ പോവാ? എക്സാം ഇല്ലേ എനിക്ക് പറയാനുള്ള. കുറ്റമാറിന്നല്ലേ പോവാ? കുറ്റമാറിന്നല്ലേ പോവാ? ആ കുറ്റം പറയുന്നത്. അപ്പൊ കൊടുക്കാറുണ്ട് തലേന്ന്. എടാ എന്താ പുതിയ ആൽമിൽക്കോ? നമ്മള് നിലമ്പൂർക്കും പണ്ടൂർക്കൊന്നും പോണ്ട. അപ്പൊ ആൽമിൽക്ക് ഇവിടെ പൂക്കോട് ഇതുവരെ എല്ലാ ഷോപ്പില്ല. പണ്ടുണ്ടായിന് സലാമ മിൽക്ക്. നിങ്ങളൊക്കെ പഠിച്ച കാലത്ത് ഓർമ്മ ഉണ്ടോ? സലാമാക്കാന്റെ വീഡിയോ അപ്പുറത്തന്നെ ലോ പോസ്റ്റ് സ്കൂളിന്റെ മുമ്പ് തന്നെ. അതെന്താ ഇപ്പല്ല? അത് പറഞ്ഞാ അത്രയും വിലക്കുറവിലൊരു അവൽ മിൽക്ക് കിട്ടണമെങ്കിൽ 30 വേണം. എത്ര രൂപ മിൽക്കിന്? 10 രൂപ കൊള്ളേത് കാര്യം. എല്ലാ വെള്ളം കിട്ടീനി. പിന്നെ എന്തൊക്കെയാ മൂപ്പര് നിർത്താൻ കാരണം എനിക്കറിയില്ല. നല്ല കച്ചവടം ഉണ്ടായിരുന്നു മൂപ്പര്. Then why did he stopped? ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വന്നിട്ടുണ്ടാവില്ലേ? ഇല്ല, ഒന്നാമത് പറഞ്ഞാൽ ഈ റോഡ് സൈഡ് അങ്ങനെ ബ്ലോക്ക് ആയിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ആരൊക്കെയോ ആൾക്കാരെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നുണ്ട് കേട്ടോ. നാട് മാറിട്ടോ. മറ്റേ നമ്മളെ നാട്ടിലൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നാൽ അത് ജാടന്റെ ഭാഗം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് ഒന്നും ജാടന്റെ ഭാഗമല്ല, കണ്ണിലടിച്ച് കയറാതൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ മരണച്ചടങ്ങുകളിൽ കൂളിംഗ് ഗ്ലാസ് ധരിക്കണത് പുറത്തൊക്കെ ഉള്ള ഒരു കൾച്ചറാണ്. അത് ഓല എമോഷൻസ് പുറത്തുള്ള ഒരാൾക്കാരെ ഓല് വീക്കാണ് എന്നുള്ളത് പുറത്തുള്ള ഒരാൾക്കാരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണെന്ന് പറഞ്ഞു കേൾക്കട്ടെ. അതിന്റെ ഒറിജിനൽ നോംസ് ഒന്നല്ല. കൂടുതൽ അറിവുള്ളവരൊന്ന് കമന്റ് ചെയ്യട്ടോ. അതായത് എന്തേ ഇവിടെ ഇപ്പൊ ബസ് വരാ? എന്താ സംഭവം? എന്തേ ഞാൻ നാണിന്റെ അവിടെ നിന്ന് വാങ്ങിക്കൊടുന്നേരാ ഒരു വീഡിയോ ഒരു കാണൂലേ. അവസാന നിമിഷം ഇവന്റെയൊക്കെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കും. പരീക്ഷക്ക് വന്നവനാണ് ഇവൻ. നശിച്ചവനാണ് സെൽവം. നശിപ്പിക്കും സെൽവം. അപ്പൊ ഈ പരീക്ഷക്ക് വന്നവന് മിക്സി കടി ബുക്ക് സ്റ്റാൾക്ക് സ്വന്തമായിട്ട് എന്തില്ല. ബാഗിൽ തപ്പിയൊക്കെ ചിലപ്പോ എത്തുമ്പോ വേറെ ഉണ്ടാവില്ല, കുറച്ച് സ്കെയിലോ ബോക്സോ അതൊക്കെ ഉണ്ട്. നമ്മളിവിടെ ബ്ലോക്ക് ഉണ്ടാക്കണ്ടോ? ഇല്ലല്ലോ. ഇല്ലല്ല, ഇത് ഇവിടെ കുഴപ്പമില്ല. നിർത്തലൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ വണ്ടി ഇട്ടിക്കണോ? ബസ് വരെ മാറ്റിടാം. ഇല്ലേ ബസ് വരാൻ എനിക്കറിയാം. ബസ് വരാ നമ്മളുണ്ടല്ലോ, എന്തെങ്കിലും വന്നാൽ മാറ്റാലോ. ബസ് വരാനൊന്നുമില്ല. ടെൻഷനല്ലേ? 11:15 ബസ്. നമ്മളെ കൂടെ കേട്ടോ. KP ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. കുറച്ച് ഇറങ്ങാൻ പറ്റി. അതായത് ഈ 9 to 5 എന്ന് പറഞ്ഞത് ഒരു ലൂപ്പാണ്, ഒരു പ്രത്യേക തരം ലൂപ്പാണ്. അത് നമുക്ക് ഫസ്റ്റ് മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും. പക്ഷെ എന്നാലും അതിൽ നിന്ന് കരകയറാൻ പറ്റാതിരിക്കണ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഉപജീവന മാർഗം തന്നെയാണ്. പക്ഷെ സ്ട്രക്ചേർഡ് 9 to 5 ജോലി ഒന്നും എടുക്കാൻ ഇന്നെ കൊണ്ടൊന്നും ഇനി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു വട്ടം എടുത്തതാണ്, ഒരു 2 കൊല്ലത്തിന്റെ അടുത്ത് ഞാൻ 9 to 5 എടുത്തിനി. 9 to 5 പറഞ്ഞാല് നമ്മള് ഭയങ്കര ചിട്ടയായ ജീവിതമായി പോകും. രാവിലെ എണീക്കുക, 9 മണിക്ക് തന്നെ പണിക്ക് പോവാ, തിരിച്ചെത്തുക, ക്ഷീണിതനായിട്ട് എത്തുക. അതാണ് നമുക്കവിടെ ഫ്രീഡം അല്ല. അപ്പൊ ഞാൻ ലേറ്റ് ആയി കിടന്നാല് എനിക്ക് തിരിച്ചത്രയും നേരം ഉറങ്ങാനുള്ള ഒരു ഫ്രീഡം ഇപ്പൊ ഉണ്ട്. പക്ഷെ ഈ ബസ് ഇങ്ങനെ നടുവിൽ നിർത്തിയാല് ഇപ്പൊ ആർക്കും ഫ്രീഡം ഉണ്ടാവില്ല. ബസ്സുകാർക്കൊക്കെ എവിടെ നിർത്താം. പിന്നെ ഇവിടുത്തെ ഫുൾ ബസ്സിന്റെ ടൈമിംഗ് അറിയാം.
കാരണം കുട്ടികളെ കാണാൻ പറ്റണേ. ഞാനെന്താ വെച്ചാൽ ഈ സ്റ്റാൻഡിൽ അത്രയും നേരം സ്പെൻഡ് ചെയ്യണല്ലേ, അറ്റ്ലീസ്റ്റ് വെറുതെ സ്പെൻഡ് ചെയ്യണേ. ഒരാൾ ഉണ്ടായിട്ടല്ല സ്പെൻഡ് ചെയ്യണത്. അല്ല ലൈൻ ബസ്സിൽ പോകത്ത് ചെയ്യുന്ന ബസ് സ്റ്റാൻഡിന്റെ അവിടെ തൊള്ളിയും കാട്ടിക്കല്ലേ എപ്പോഴും സ്കൂൾ വിടുന്ന നേരത്തെ ചെങ്ങൈമാരുടെ പോകും. ഞാനേ ഇതേ പൂക്കോട്ടുമാടെ സ്കൂളിൽ 2014 പഠിച്ച ആളാണ്. എനിക്ക് ഈ വയ്യും ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ എന്നെക്കാൾ നന്നായിട്ട് അറിയാം. അവിടെ എന്തിനാണ് എല്ലാവരും നിൽക്കണത്, അവിടെ ലൈൻ ബസ്സിന് പോണോ ലൈൻ അടിച്ചാൻ പോണോ? ഞാനൊക്കെ ലൈൻ അടിച്ചിക്കണ്. ഞാൻ ഉള്ള പോലെ പറയുന്ന ആളാ. അങ്ങനെ എത്ര നഷ്ടപ്രണയങ്ങൾ. വൺ സൈഡ് ഒന്നും പ്രണയത്തിൽ കൂട്ടാൻ തന്നെ പറ്റില്ല. അറിയാന്നാള് കൂട്ടിക്കണ്. എന്റെ എക്സ് ആണ് ഓള് പറഞ്ഞത്. അതില് കമ്മിറ്റഡ് ആയോ? ഇല്ല എനിക്കോളെ ഇഷ്ടേനി, പക്ഷെ ഓൾക്ക് കണ്ടിട്ടില്ല. അതെങ്ങനെ എക്സ് ആവുക? നിങ്ങളെ സ്കൂളിന് എന്തോ കിട്ടിയാലോ, മലപ്പുലയാട്ടം. വിളിക്കണ്ടവന്നെ ഞാൻ എപ്പോഴും വിളിക്കും, ഏത് നേരം വിളിക്കും. പക്ഷെ നല്ല എക്സാം എത്ര മണി വരെ ഉണ്ട്? എക്സാം 3 മണിക്കൂറേക്കാരം. അതിന്റെ മുന്നേ തീരണം എന്നാണ് എന്റെ ഒരു. ഇന്നത്തെ എക്സാമിന്റെ പേര് കെമിസ്ട്രി. അപ്പൊ എല്ലാരും പത്മശ്രീ സ്റ്റീലിന് ഓൾ ദ ബെസ്റ്റ് കമന്റ്സിൽ വിഷയം ഓൾ ദ ബെസ്റ്റ് സ്റ്റീൽ പറഞ്ഞിട്ട് എല്ലാവരും മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യുക. അല്ലാത്ത കമന്റ് ചെയ്യാത്തോലെ ഓല പരീക്ഷ പഠിച്ചോനെ ആകെ ഇടങ്ങേറാവുന്ന ഒരു അവസ്ഥയ്ക്ക് പോവാത്തൊരവസ്ഥയിലേക്ക് പഠിച്ചോനെ ഓലിയും ഓൾ ദ ബെസ്റ്റ് കമന്റ് ചെയ്യണ പോലെ പരീക്ഷയ്ക്ക് ഈസി ആക്കി കൊടുക്കും പഠിച്ചോനെ ഇൻഷാ അല്ലാ. അപ്പൊ എല്ലാവരും ഓൾ ദ ബെസ്റ്റ് കമന്റ് ചെയ്യുക. നാഫിയ വിളിക്ക്, കഴിഞ്ഞിട്ട് വിളിക്ക്. 3 മണിക്കൂറല്ലേ? വലൈക്കും സലാം. ഇല്ല തമിഴിൽ വന്നിട്ട് എടുക്കാം. പിന്നെ സ്കൂൾ കയറി പോരണോ? ആവശ്യമില്ല, കൊറേ പോയിട്ട് വിട്ടിട്ടോ. ബൈ ആ ഓക്കെ. ഈ ഡോറടഞ്ഞോ? അഫീഫിന് ഇത്രയും വലിയ വരവായിരുന്നു. അഫീഫ് ഇവിടെ വന്നിറങ്ങുമ്പോ എല്ലാരും കണ്ടത് ഞാൻ പോകുന്നടാ. അവിടേക്ക് പോന്നു. അല്ല ഇവിടേക്ക് വണ്ടി കയറ്റാൻ പറ്റില്ല. പക്ഷെ അങ്ങോട്ട് ഞാൻ ഉണ്ടാക്കാനുണ്ടല്ലോ. ഒരു മിനിറ്റ് അവിടെ എത്തും. കയറെപ്പോഴും കിട്ടാനാണ്. കയറ് ആടോ ഇതൊക്കെ സ്കൂളത്തെ റൗഡി നാട്ടിലെ റൗഡി. പാവങ്ങളാണ്. റൗഡികളൊന്നല്ല, നൃത്തം മാത്രമേ റൗഡിയുള്ളൂ. നമ്മളെ കണ്ടപ്പോ അങ്ങനെയായി. അങ്ങനെയായി. ഞാനൊക്കെ ആദ്യം കണ്ടപ്പോ ഞാൻ അങ്ങനെ കരുതിനി, ഒരു റൗഡിയാന്ന് കരുതിനി. അവനാണെങ്കിൽ ഒരു കണ്ടാൽ റൗഡികളും അറിഞ്ഞാൽ ചിരിക്കലും, അതാണ് കേരളത്തിൽ വേണ്ടത്. അറിഞ്ഞാൽ ചിരിക്കൊടുകയും അതാണ്. ഇവിടെ അടിയിൽ പീഡ റൂമാണ്, മേലെ ട്യൂഷൻ സെന്റർ. അതല്ലേ മേലെ എപ്പോഴും ട്യൂഷൻ സെന്റർ നല്ലത്. അങ്ങനെ ഉണ്ടാവില്ല, കാരണം അവിടെ വാടക കുറവ്. എന്താ വെച്ചാൽ ഒക്കെ മൂപ്പര് ബിൽഡിംഗ് തന്നെയാണ്, വാടക അടഞ്ഞു പോണ്ടേ. കാരണം സ്കൂളിന്റെ ഇട്ടത് ഒരു ബുദ്ധിയാണ്. സ്കൂളിന്റെ അടുത്താവും കുട്ടികൾക്ക് ഒന്നുകൂടി സുഖം. മറ്റേത് അങ്ങാടിയിൽ നിന്ന് ചേർന്ന് തരണ്ടേ. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിച്ചെന്ന് എന്നും 5:00 ഒരു ഉള്ളിവട ഉണ്ട്. ഉള്ളിവട കിട്ടാനും വേണ്ടി ഞാൻ അങ്ങോട്ട് എടുക്കും പെട്ടെന്ന്. ഉള്ളിവടയും ചായയാണ് നേരത്തെ. ഉള്ളിവടയും ചായയും കിട്ടുള്ളൂ. മൂപ്പര് കണ്ടറിഞ്ഞ് 2 കുറച്ചൊക്കെ പോകും.
അപ്പൊ കുട്ടിയൊക്കെ ഒരു ബേജാറുണ്ടാവും ഇച്ച് കിട്ടൂലേ നേരത്തെ ചെന്നാച്ച് കിട്ടൂലേ കാര്യം തന്നെ ഇത് പറയണ ആ ട്യൂഷൻ സെന്ററിൽ പിന്നെ കുട്ടിയൊക്കെ ചായ എടുക്കണ്ടേ പട്ടിണി ഇടാൻ പറ്റുമോ എക്സ്പ്രഷൻ മാറുന്നില്ലേ അതാണ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല എക്സ്പ്രഷൻ മാറാതെ എല്ലാം പറയല് അപ്പൊ ട്രെൻഡിങ് ആണല്ലോ അതേപോലെ മറ്റതും ഞാൻ ഇന്ന് ഇവിടുന്ന് എപ്പോഴാണ് ഇറങ്ങൂട്ടോ കുറച്ച് എങ്ങനെ ആ സമയത്തോടെ ഇറങ്ങണേ ആയിക്കോട്ടെ നമ്മളൊക്കെ ഇപ്പൊ പറ്റാതായി ഇല്ലേ ഞാൻ വരും ഇനിയിപ്പൊ ഇനി 2 ദിവസം 3 ദിവസം പോയി പഠിച്ചിട്ട് നിങ്ങൾ എന്തായാലും നാളെ പോകല്ലേ ദിവസമെങ്കിലും പഠിക്കും ബ്രോ കാരണം മെയിൻ എക്സാം അല്ലേ ആ പെരക്കാരൊന്ന് ബോധിപ്പിക്കട്ടെ പെരക്കാരെ സൂചിപ്പിക്കട്ടെന്നോ മന തട്ടൂല മുത്തേ ഇതൊന്ന് 4-5 ദിവസമാണ് ഒപ്പം ടൂറിസ്റ്റ് ബസ്സും ലൈൻ ബസ് ഇടവിട്ട് പോണ് എടാ ഒരു റൂട്ടിൽ ഒരേ സമയത്ത് 4 ലൈൻ ബസ്സാ അടിയാവൂലേ അപ്പൊ അടിയാവൂലേ ഒരു ടൈമിലൊന്നല്ലേ ആ ഒരു ടൈമിലാണല്ലോ ഇപ്പൊ എല്ലാവരും വന്ന് ഇങ്ങോട്ടല്ലോ മുന്നേ പോയ ബസ് തേൾപ്പാറ ബസ് മോയിക്കല് മറ്റേത് കാളിയ ബസ് ഏതിലാണ് എന്റെ കുട്ടി അതിലേന്നു പറയലോ ഓള് തേൾപ്പാറ റൂട്ട് പിന്നെ ഇവിടുന്നായിട്ട് ഓള് പോയി കഴിയുമ്പോ ഈ സൈഡ് നിൽക്കും അങ്ങോട്ട് നിലമ്പൂര് ഭാഗത്തേക്ക് നിൽക്കും അകമ്പാടം ഭാഗത്തേക്കുള്ള ഒരു കുട്ടി ഉണ്ടേനി അങ്ങനെ എത്ര എക്സുകൾ അങ്ങനെ എത്ര ബസ് റൂട്ട് അജുദിന്റെ കാറാണ് പാവ അജുദിനെ ഞങ്ങള് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫൂക്കി ഇല്ലേ അജിന്റെ അടുത്ത് നാളെ പോവല്ലേ ആ നാളെ അജുദിന്റെ അടുത്ത് കിട്ടും പക്ഷെ അങ്ങോട്ട് കയറിയിരിക്കണെന്നാ പറഞ്ഞത് അത് നന്നായി അങ്ങോട്ട് കയറി വളരെ നന്നായി നമ്മളങ്ങോട്ട് കയറിയപ്പം അജുദിനൊന്ന് വിളിച്ചോടാ എവിടെ ഇറങ്ങണ ഞാന് ഞാൻ ഇവിടെ കസാമിന്റെ അവിടെ ചായ അടിച്ചിനെയോ ചായ ലാമ്പ് പോണ് ചങ്ങായി കാത്തിക്കാണ് ചായ അടിച്ചൂടേനോ വരീന്ന് ഇല്ലേ ഇല്ലാന്നോ എന്തില്ല ഇവനോ ഓന് ബാംഗ്ലൂരിൽ എത്തിയിട്ടുള്ളൂ ഇന്നലെ അവിടെ ഡോർ തട്ടാൻ ചാൻസ് ഇങ്ങോട്ട് ഇറക്കോ ആര് അടുത്ത ഹലോ എവിടെ എടാ എവിടെയുള്ളേ ആയിക്കോട്ടെ നമ്മളെ നാട്ടിലെത്തിട്ട് നമ്മളെ അടുത്തേക്ക് വന്നിട്ടല്ലേ അല്ലേ ആ ഓക്കെ എന്നാ ഫ്രഷ് ആയിട്ടൊന്ന് വിളിക്ക് അല്ല ഞങ്ങള് നാളെ ബാംഗ്ലൂര് പോകും അപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ എത്ര ദിവസം ഉണ്ട് ഇവിടെ 10 ദിവസോ അതെന്താ ബാംഗ്ലൂർ എന്താ ഓണോ സസ്പെൻഷൻ കിട്ടിയോ കർണാടകക്കാർക്ക് ക്രിസ്മസ് ആയാ പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ ആ അർബാനി ഓട്ടി പഠിച്ചോ ഡ്രൈവർ വേക്കൻസി ഉണ്ട് നാർക്കെടുക്കുന്ന ഡ്രൈവറിന് ഒരു കിട്ടുന്ന ബമ്പർ സമ്മാനം ഉണ്ട് അല്ലല്ലല്ല നമ്മള് ഫ്ലൈറ്റ് 1 മണിക്കൂറുള്ളൂ അർബാനാണ് 12 മണിക്കൂർ എടുക്കും ആകെ തല പൊളിയും ഓക്കെടാ എന്നാ ശരി ബാംഗ്ലൂരിന്നോ ഈ സൈഡ് ആ സൈഡ് തട്ടോ നോക്ക് വൈകാതെ കാണും നമ്മള് കാണണം നാളെ പോയി വന്നിട്ട് 10-ാം തീയതി അല്ലെങ്കിൽ ആയിക്കോട്ടെ 14-ാം തീയതി നശിച്ചവനാണ് സെൽവം നശിപ്പിക്കും ഞാൻ ആ നശിപ്പിക്കും സെൽവം തട്ടിയില്ലേ തട്ടി എന്തേലും പറ്റിയോ ആ അറിയൊന്നുമില്ല ആ മനസ്സിലായി തട്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെ കുഴപ്പമില്ല ചെറുതാണ് പോടാ ആകെ മൊത്തോളം വെൽപ്പിലോണോട് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ എടാ തട്ടരുത് കേട്ടോ 2 വട്ടം പറഞ്ഞു എടാ തട്ടരുത് കേട്ടോ കാരണം ക്ലോസ് ആയിട്ടാ നിർത്തിക്കണത് തട്ടരുത് കേട്ടോ ഇത് കറക്റ്റ് കിട്ടി കാണും പിന്നെ എങ്ങനെ പിന്നെ തട്ടി ഞാൻ ഫോട്ടോ കാണിച്ചു തരാം അല്ല നിരപരാധിയാണ് എന്തെങ്കിലും പറ്റിയാലൊക്കെ വേഗം പറയും ഓൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നാലൊക്കെ ഓനെ ആദ്യം തന്നെ വന്ന് കണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കും അഫീഫിന്റെ അതേ വേവ് ലെങ്ത് ആണ് അറിയുന്നത് അഫീഫിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയാല് അഫീഫ് അങ്ങോട്ട് സോപ്പ് ഇട്ടിട്ട് എന്താ പറയുക അവസാനം നമ്മൾ തെറ്റ് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം ഇത് ക്ഷമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളൊരു തെറ്റുകാരനാവോ ആ അങ്ങനെയാണ് അഫീഫ് കൺവിൻസ് ചെയ്യുക ലോകമുള്ളവനാണ് അഫീഫ് നശിച്ചവനാണ് അഫീഫ് നശിപ്പിക്കും അഫീഫ്
അപ്പം അഫിനെ എക്സാമിനാക്കി പോരാട്ടോ. അപ്പോൾ ഒരുപാട് എക്സാമുകൾക്ക് ആക്കേണ്ടി വരുമെന്ന് ഞാൻ തോന്നുന്നു. നോമ്പിന് നമ്മൾ എക്സൈറ്റിംഗ് പ്ലാൻസ് ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നോമ്പിന് നമ്മളെല്ലാവർക്കും കൂടുന്ന ഓഫേഴ്സ് എന്താ വെച്ചാൽ, ഒന്നുകിൽ വീട്ടിൽ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ താടി അടിക്കുക, അല്ലെങ്കിൽ മീശ അടിക്കുക, അല്ലെങ്കിൽ മുടി മൊട്ടടിച്ചിട്ട് വരിക. ഇതാണ് നമ്മളെ ഓഫേഴ്സ് കേട്ടോ. അപ്പം ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി റെഡിയാണ്. കേപ്പി ഞാനൊക്കെ താടി മീശയും അടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. സംഭവം ഒരു കുരങ്ങൻ കോലാവും, എന്നാലും കുഴപ്പമില്ല, പിടിച്ച് നിൽക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നാലും വെറൈറ്റികൾ വേണം കേപ്പി. അപ്പൊ എന്താ വെച്ചാല് താടി മീശയാണ് പോയാണ്ടല്ലോ, നമുക്ക് വ്ളോഗിൽ കോമഡികൾ വേണമെന്നില്ല. നമ്മൾ നിക്കണ ഏത് ഫ്രെയിമും കോമഡി ആവും, ആൾക്കാർ ചിറിച്ച് പടാവും. അതാണ് ഉണ്ടാവാൻ പോണത്. ഏത് ആംഗിളിൽ വൈഡിൽ നിന്നാലും ഇങ്ങനെ എന്നാലും മൊച്ചക്കോലായോണ്ട് അല്ല ഉറപ്പല്ലേ. അപ്പം സിദിന് മൊട്ടടിക്കാറങ്ങണ്, സൗദ് മൊട്ടടിക്കാറങ്ങണ്, ഈച്ചു മൊട്ടടിക്കാറങ്ങണ്, അഫീഫും മൊട്ടടിക്കാറങ്ങണ്ടോ. അപ്പം ഇവലൊക്കെ ഇതിനൊക്കെ ഒരു മുടിക്കാ പൈസ വയ്ക്കണേ. സൽമാൻ എന്താ ചെയ്യുക, സൽമാനെ സൈഡ് ഫുള്ളെടുത്ത് വിടാം, സൈഡ് ഫുള്ളെടുത്ത് മേലെ ബസ് കട്ടാക്കി വിടാം. ജിമ്മി വല്ലേ ഒന്നിനും ഇല്ലാതെ വ്ളോഗ് എടുക്കാറൊക്കെ നിൽക്കണോ, ജിമ്മിനൊന്ന് പിടിച്ചോണം. ജിമ്മിനെ താടി ഫുള്ള് ഷേവ് ചെയ്ത് വിടുക. അവനുണ്ട് കുറച്ച് താടിയൊക്കെ ഇല്ലേ. അപ്പൊ നോമ്പിന് നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞു കേട്ടോ. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. നമ്മളൊരു കുതിരനൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതുപോലെ റിനാന്റെ പുഡിങ് ഉണ്ടാവും. റിനാന്റെ പുഡിങ് എല്ലാം പറയണില്ല. ഇപ്പൊ ഒന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടല്ല നടന്നത്. ഇപ്പൊ ഈ മാസം ശ്രേയ ഘോഷാലിന്റെ കൂടെ നമ്മൾ പാട്ട് പാടി. അതേ നമ്മളെ സ്റ്റാർട്ടിങ് മാജിക് മഷ്റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തില്. അപ്പം ആ പടം ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കാണ്ടോ, പറ്റുന്നവരൊക്കെ എന്തായാലും മസ്റ്റായിട്ടും കാണാം, നമ്മളെ പാട്ടയിൽ കേൾക്കാൻ പറ്റും. അപ്പം മാജിക് മഷ്റൂംസിൽ നമ്മൾ പാടി. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രകമ്പനം, ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും കയറി എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന പ്രകമ്പനം സിനിമയിൽ ഒരു പ്രൊമോ ട്രാക്ക് ചെയ്യാൻ പാടി. സോ ഐ എം സോ ഹാപ്പി. അതായത് അങ്ങനെ ഒരു സിനിമയിൽ ഒരു പ്രൊമോ ട്രാക്ക് പാടാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അവസരമായിട്ട് ഞാൻ കാണും. ബിബിൻ ചേട്ടനോടാണ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. അത് ഞാൻ എവിടെയും പറഞ്ഞിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഷാദി മസ്തി പിന്നെ നേരത്തെ ഇറങ്ങുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും ആൾക്കാർക്ക് അറിയണോണ്ട്, പക്ഷെ എങ്ങനെ വരും എന്നുള്ളത് ആർക്കും അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാദി മസ്തി ഇറങ്ങി. അതേപോലെ അർബാനിയും ഞാൻ ഇറങ്ങാൻ പോണതോ ബുക്ക് ചെയ്ത കാര്യങ്ങളോ ഒരു സാധനങ്ങളോ ആരോടും പറഞ്ഞിട്ടില്ല. അർബാനി ഇറങ്ങി. ഇന്നലെ ഷോപ്പ് തുറന്ന് നമ്മൾ കൊച്ചിയിൽ. എത്ര സ്ക്വയർ ഫീറ്റ് നമ്മളെ ഷോപ്പ്? ഏകദേശം 4 ഫ്ലോറാണ് ടോട്ടല്. വലിയ ഷോപ്പാണ്. ഫുൾ വൈറ്റിലാണ്. അപ്പൊ സാരി ചുരിദാർ പരിപാടികളൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ വൈറ്റിൽ നമ്മളെ ഗോൾഡ് സൂക്കിന്റെ തൊട്ടടുത്താണ് നമ്മളെ ഷോപ്പ് വരുന്നത്. ഖുറാനി എന്നാണ് പേര്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നൈസായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും സാരി കളക്ഷൻസും ഒക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. കാരണം എനിക്ക് അവിടെ പോയിട്ട് ഇപ്പോൾ എന്തായാലും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാൾ നിന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പേജ് സ്റ്റാർട്ടായിട്ട് ഞാൻ പറയണ്ട. ഇന്നലെ കുറേ ഉമ്മമാരും അമ്മമാരൊക്കെ റിക്വസ്റ്റ് ചെയ്തിരുന്നു മക്കളെ സാരീൻ്റെ വീഡിയോസ് എല്ലാവരും ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സാരീൻ്റെ വീഡിയോസൊക്കെ വെച്ചിട്ട് നമ്മൾ ഖുറാനിൻ്റെ പേജ് തന്നെ വരുന്നുണ്ടാവും. അങ്ങനെ അപ്പം അൽഹംദുലില്ലാ ദൈവത്തിൻ്റെ സഹായം കൊണ്ടും എല്ലാവരെയും സപ്പോർട്ടും കൊണ്ടും ഇത്രയും വലിയ കാര്യങ്ങളാണ് ജനുവരിയിലെ ഫസ്റ്റ് മാസത്തിൽ തന്നെ നടന്നത്. അതൊരിക്കലും ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണില്ല. ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഫോർ മീ. കാരണം ഇത്രയും കൊല്ലം കഴിഞ്ഞ 8 വർഷം പണിയെടുത്തിട്ട് 8 വർഷം 2018 മുതൽ തുടങ്ങി 2026 വരെ ഞാൻ പണിയെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റാർട്ടിങ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല. അപ്പം എന്താ വെച്ചാൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എന്ത് പണി നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഗുഡ് തിങ്സ് ടേക്ക് ടൈം. അതൊരിക്കലും പെട്ടെന്ന് നടക്കുന്ന സംഭവങ്ങളാവില്ല. നിങ്ങൾ ഇന്നലെ പാട്ട് തുടങ്ങി നാളെ ഹിറ്റാണെന്നില്ല. ചിലപ്പോൾ ഹിറ്റാവാതിരിക്കാം. പക്ഷെങ്കിൽ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്ത് സ്കില്ലുണ്ടെങ്കിലും എന്ത് പരിപാടിയിൽ നമ്മൾ ഒരു ജോലി ആവട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, എന്ത് പരിപാടിയിൽ നമ്മൾ നിൽക്കുന്നവരാവട്ടെ, നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെയും രണ്ടാൾ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ തകർന്നു പോണ ഒരു അവസ്ഥയ്ക്ക് പോകൂല. നമ്മൾ ചെയ്യുന്ന സ്കില്ല് നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ എന്താണ് ചെയ്യണത് അത് നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിത്തരാത്ത, അല്ലെങ്കിൽ അതിൽ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരാൾ പുറത്തുനിന്ന് ഒരു അഭിപ്രായം പറയാനുണ്ട് കരുതി അതിൽ സങ്കടപ്പെട്ടിരിക്കാൻ നിന്നാൽ, ബിസിനസ് ആവട്ടെ, അവനവൻ്റെ പരിപാടികളാവട്ടെ, സ്കില്ലുള്ളവരാവട്ടെ, സ്പോർട്സ് പേഴ്സൺസ് ആവട്ടെ, ആരാവട്ടെ, ഇനിയിപ്പോൾ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ,
ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മളെല്ലാവരും കുടുംബത്തിലെക്കാട്ടിലും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കുടുംബത്തെക്കാളും സപ്പോർട്ട് നമുക്ക് കിട്ടുക പുറത്തുനിന്നാവും കേട്ടോ. കുടുംബത്തിൽ സപ്പോർട്ട് ഇല്ല എന്നല്ല, പക്ഷേങ്കിൽ പുറത്തുനിന്നുള്ളവരെ സപ്പോർട്ട് കുടുംബക്കാരെ പോലെ, അതായത് കുടുംബക്കാരെക്കാളാവും പുറത്തുനിന്നുള്ളവരെ സപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിലുള്ള കാര്യങ്ങളാണ്. മെയിനായിട്ട് എന്ത് പരിപാടിക്ക് ഇറങ്ങുമ്പോഴും, ബിസിനസ് ആവട്ടെ, നിങ്ങളൊരു ഫേം തുടങ്ങാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പഠിക്കാൻ പോവാവട്ടെ, എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വാപ്പയും ഇമ്മയും സ്വന്തം പേരിലുള്ളവരും അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ പറയുന്ന അഭിപ്രായത്തിന് ചെവി കൊടുക്കാൻ നിന്നാൽ, അല്ലെങ്കിൽ അതോർത്ത് ടെൻഷനാണ്. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിക്കണം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് നിൽക്കാൻ നിന്നാൽ ഒരു തരത്തിലും വളർച്ച എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫസ്റ്റാണ് റൂൾ നമ്പർ ഫസ്റ്റാണ്. വേറെ പല റൂളും പല ആൾക്കാർക്ക് ഉണ്ടാവും, പക്ഷേ ഇന്ത്യൻ ഡിക്ഷണറിയിൽ ഞാൻ പഠിച്ചു എന്നുള്ള റൂൾ നമ്പർ ഫസ്റ്റ് എന്താ വെച്ചാൽ, ആരെന്ത് പറയണോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കുക. അത് വെർത്തായിട്ടുള്ളൊരു നിർദ്ദേശമാണ് ആൾക്കാർ തരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക. ഇപ്പോൾ വെർത്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും, ഇത് മൂപ്പര് പറഞ്ഞ കാര്യമാണ്, ഇത് മനസ്സിലാക്കണം, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെങ്കിൽ വെർത്തല്ലാത്തൊരു കാര്യം പറഞ്ഞ ഒരാളെ കേട്ടിട്ട് നമ്മൾ സങ്കടപ്പെടാനോ ഇതാവാനോ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ മസ്റ്റായിട്ടും ആ കാര്യം എല്ലാവരുടെ മനസ്സിലും വേണം കേട്ടോ. ട്രൈ യുവർ ബെസ്റ്റ് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത്രയും വർഷം 8 വർഷം പണിയെടുത്തിട്ട് 8ാമത്തെ വർഷത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഉദ്ദേശിച്ചൊരു സ്റ്റാർട്ടിങ്, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടുന്നത്. 8 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്രേയ ഘോഷാലിൻ്റെ കൂടെ പാടാൻ പറ്റുന്നത്. 8 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശ്രീഹരിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. 8 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബിബിൻ അശോക് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും വലിയ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ, നാദിർ ഷക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഫസ്റ്റ് മന്ത് വർക്ക് ചെയ്യാൻ പറ്റുക, ജനുവരിത്തെ ഒരു ഫസ്റ്റ് മന്ത് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, 3-4 സിനിമയിൽ പാടുക, സ്വന്തമായിട്ട് ഷോപ്പ് തുറക്കുക, സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ, ഇത്രയും സംഭവങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ടും ഞാനെൻ്റെ കഴിവിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടും ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടും മാത്രം നടക്കുന്നതാണ്. സോ ആ ഒരു സാധനം എല്ലാവരും മനസ്സിൽ വെക്കുക, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ പടച്ചവൻ കൊണ്ടുതരും. ആത്മവിശ്വാസം ഉണ്ടായാൽ മതി, ചെയ്യുന്ന കഴിവിലൊരു വിശ്വാസം ഉണ്ടായാൽ മതി, മറ്റൊരാളെ ദ്രോഹിക്കാതെ എന്നാലും മതി, ആരും ഇടങ്ങേറാക്കാതെ പോയാൽ മതി. അപ്പോൾ തന്നെ പകുതി ജീവിതം വിജയിച്ചു. ഒരാൾ നശിക്കണം എന്ന് വിചാരിച്ച് ഒരു സാധനം ചെയ്യുക, അല്ലെങ്കിൽ ഒരാളോടുള്ള ഈഗോ പുറത്ത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ഈഗോ ഇല്ലാതെ എന്നുണ്ടല്ലോ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആവും. നമ്മൾ ഒരാളെ വിജയം വന്നു നമ്മൾ കൈയടിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഒരാൾക്ക് പരാജയം വന്നു നമുക്ക് പറ്റുകയാണെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നടക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പൊക്കെ ചെയ്ത് ഒരു ചിൽ മൂഡിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള തോൽക്കണം, ഇനിയിപ്പോൾ തോറ്റായാലും സന്തോഷിക്കുക, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ ലൈഫ് പഠിച്ചോ കോംപ്ലിക്കേറ്റഡ് ആക്കും, ടെൻഷനാക്കും, സ്ട്രെസ്സാക്കും. അപ്പോൾ അതാക്കാതെ വളരെ കൂളായിട്ട് പീസായിട്ട് പരിപാടികൾ ചെയ്യാം. അപ്പോൾ അഫീനെ എന്തായാലും സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ബാക്കി അവൻ്റെ പരീക്ഷൻ്റെ എക്സാം വിശേഷങ്ങളും വിവരങ്ങളും കാണാം. വി ആർ ഗോയിങ് ടു ഹിറ്റ് 29 lakh സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 29 lakh സബ്സ്ക്രൈബേഴ്സ് ആവാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും അഫി വന്നിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ പ്രത്യേകതയുള്ള കാര്യം എന്താ വെച്ചാൽ അഫീഫിന് എക്സാമിന് എല്ലാവിധ ആശംസകൾ എല്ലാവരും നേർന്നു. അഫീഫിനെ അഭിനന്ദനത്തിന്റെ ഉച്ചയിൽ എല്ലാവരും എത്തിച്ചു. അഫീഫ് രാവിലെ തന്നെ കുളിച്ചു മാറ്റി ഒരുങ്ങി. അഫീഫ് നഖം വെട്ടി. അഫീഫ് എന്ത് ചെയ്തു, യൂണിഫോം അലക്കി തേച്ചു. അഫീഫ് കുളിച്ചു, ഷാമ്പു ഇട്ടു, പേന വാങ്ങി. പേനന്നെ പോണ വൈക്ക് വാങ്ങി കേട്ടോ. എക്സാമിന് അഫീഫിന് ആകെ 2 പണിയുള്ളൂ. ഒന്ന് പേന വാങ്ങുക, 2 ഹാൾ ടിക്കറ്റ് എടുക്കുക, 3 അവൻ്റെ റെക്കോർഡ്. 3 പണി. ഹാൾ ടിക്കറ്റും അവൻ്റെ റെക്കോർഡും എടുത്തെന്ന് ഉറപ്പുവരുത്തുക. അഫീഫ് ഇപ്പം അവിടുന്ന് വിളിച്ചിട്ടാ, എന്താ റെക്കോർഡ് കൊടുത്തിട്ടില്ല അഫീഫ്. അവനെ ഹാൾ ടിക്കറ്റ് അത് കാണിച്ചു കൊടുക്കണ്ട. ഹാൾ ടിക്കറ്റ് കൊടുത്തിട്ടില്ല. അവനെ ഹാൾ ടിക്കറ്റ് അത് അഫീഫിന്റെ ഹാൾ ടിക്കറ്റാ. മാണ്ടൻ. എന്താണ് അയ്യോ വേമ്പോ ആ സോഫന്റെ അടിയിൽ എന്റെ ബുക്കുണ്ട്, റെക്കോർഡുണ്ട്, ഹാൾ ടിക്കറ്റ് പോയില്ല. അത് ഇവിടെ വരുമോ? ഞാൻ ഇവിടുത്തെ റൈറ്റ് ബിൽഡിംഗ് മോളത്തെ റൂമിൽ ഒന്ന് പെട്ടെന്ന് പാവട്ടോ. ആ ഫീമിനെ പോലെ ഓൻ തന്നെ ഉള്ളു കേട്ടോ. വള്ളി ചങ്ങായി ഒരു 10 തൊട്ട് ഉള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടേ. ഓ അങ്ങനെ പറയുമ്പല്ലേ നമുക്ക് ചൂടാന്ന് തോന്നില്ല. അപ്പൊ ഇത് ഞാനാണെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ റെക്കോർഡ് വന്നില്ല. ഇപ്പച്ചിന്റെ അടുത്ത് ഒരു 10 ചെയ്ത് എനിക്ക് പണ്ട് കിട്ടി കാണും, ഇമ്മാന്റെ അടുത്ത് കിട്ടി കാണും. അടി കിട്ടും ചിലപ്പോ. സ്കൂൾക്ക് റെക്കോർഡ് കൊടുന്നാലും അപ്പൊ ചന്തിക്ക് അടി കിട്ടലും ഒപ്പാവും. ഇത് അഫീഫ് മറന്നു വെച്ചത് പറയുമ്പോ നമുക്ക് ചെറിയാണ് വരുന്നത്. എന്താ ചെറിയ കുട്ടിയായിട്ടാണ് അവന്. നമുക്ക് അവനെ ചീത്ത പറയാൻ തോന്നണില്ല.
ഇവിടെ അടുത്തതിന്റെ കുഴപ്പമില്ല. വലിയൊരു ദൂരമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നാലും അവന് എക്സാം കണക്കാക്കിട്ട് പോയിക്കണേ. അപ്പൊ എന്തായാലും പിന്നെ പ്രാക്ടിക്കൽ സയൻസിന്റെ ബുക്കും മറ്റേ കെമിസ്ട്രിന്റെ ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ KP നമ്മളോടൊപ്പം കൂടുകയാണ്. KP ആണ് ഇപ്പൊ ബുക്ക് കൈമാറിയത്, പുള്ളിക്ക് ബാറ്റൺ കൈമാറി, എക്സാം ചെയ്താലുള്ള ബാറ്റൺ കൈമാറിയത് KP ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കിതപ്പ് ഇപ്പോഴും നിന്നിട്ടില്ല. കാരണം ഓന് അത്ര അർജന്റ് ഉള്ളതാണ് പെട്ടെന്ന് വിളിച്ചതേ. അതില് ആദ്യം പോയിട്ട് അവിടെ ഒരു ചെക്കനോട് ചോദിച്ചു, അത് അവിടെയാണ് തോന്നുന്നത്, താഴത്തിനാണ് പറഞ്ഞത്. അതിൽ പറഞ്ഞു എന്താ ഞാൻ പോയപ്പോ ഒരു ടീച്ചർ ഇങ്ങനെ പോകണ്ടായിക്കൂടെ, ഇവിടെ പുറത്തുനിന്ന് ടീച്ചറാണ് തോന്നുന്നുണ്ട്. ഓഫീസ് റൂമിൽ ചോദിച്ചു നോക്ക് പറഞ്ഞു. അതിൽ ഓഫീസ് റൂമിൽ ചോദിച്ചപ്പോ അങ്ങനെ എന്താ പേര്, കെമിസ്ട്രി ആണോ, എന്താ മോളിക്ക് ഇട്ടു പറഞ്ഞു. 103-ാം നിലയ്ക്ക്. അതിലൊരു ഓട്ടാണ് ഓടി, മോളിക്ക് ഓടി. അതിൽ ഓടിയിട്ട് എന്താ അവിടെ കുറെ ചെക്കന്മാര് കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്, ഏതാ ട്രൗസറൊക്കെ ഇട്ട് ഇത് കൂടെ നടക്കണ വിചാരിച്ച്. അതിലവിടെ ചെറുക്കന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ് ഏതാ, അറ്റത്തെ ക്ലാസ് ആണ്. അപ്പൊ അവിടെ പോയിക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോടി, എന്താ സാധനം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റീല്. ടീച്ചറിനോട് ഹാൾ ടിക്കറ്റ് വരും എന്ന് പറഞ്ഞു. ഹാൾ ടിക്കറ്റ് വരുമെന്ന് ബോബി പറഞ്ഞു, ഫണ്ട് വരുമെന്ന്. ഫണ്ട് വന്നു. അവിടെ ചെന്നപ്പോൾ സ്റ്റീലൊക്കെ മോത്തിയൊന്നും നോക്കില്ല, ടെൻഷനായിട്ടുണ്ട്. വേഗം സാധനം വാങ്ങിച്ച് ഇത് അതേപോലെ അങ്ങോട്ട് ഓടി. ഈ സ്വന്തമായി ട്രൗസർ ഇട്ടിട്ടേ ഒരു കോൺഫിഡൻസ് സ്റ്റൈലും കിട്ടുന്നില്ലേ, ഇറങ്ങി ഓടിയാൻ. അയ്യോ, അതാണ് അവസ്ഥ മക്കളെ. അപ്പൊ എന്തായാലും അഫിൻ്റെത് നമ്മള് കൊണ്ടുപോയി കൊടുത്ത്, ഹാൾ ടിക്കറ്റ് കൊണ്ടുപോയി കൊടുത്ത്. ഏതായാലും എല്ലാരും ഹാൾ ടിക്കറ്റ് എടുക്കുക, വ്ളോഗ് കാണണോല്ലേ. ഇതേപോലുള്ള അവസ്ഥ പെരക്കാർക്ക് ഉണ്ടാക്കാതിരിക്കുക. മസ്റ്റ് ആയിട്ട് എന്തെടുത്തിട്ടില്ലെങ്കിലും ഹാൾ ടിക്കറ്റ് എടുക്കുക, അല്ലെങ്കിൽ പരീക്ഷ കയറാൻ പറ്റില്ല. ഹാൾ ടിക്കറ്റും പെന്നും ഫസ്റ്റ് ബാഗിൽ നിങ്ങളുടെ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീട് വിട്ടിറങ്ങുക. ഇതൊരു പാടാണ്. എക്സാം തുടങ്ങുകയാണ്, മാർച്ച് ആവാൻ പോവാണ്, അല്ല ഫെബ്രുവരി മാർച്ച് ആവാൻ പോവാണ്. അപ്പോൾ ഒരുപാട് പരീക്ഷകൾ, മോഡൽ എക്സാമുകളിൽ നിന്ന് തുടങ്ങി വലിയ എക്സാമുകളിലേക്ക് പോവാണ്. സോ എല്ലാ കുട്ടികളും മസ്റ്റ് ആയിട്ടും ഹാൾ ടിക്കറ്റ് എടുക്കുക, ഓർക്കുക. ഹാൾ ടിക്കറ്റ് എടുക്കാൻ ഓർക്കുക. ഹാൾ ടിക്കറ്റ് എടുക്കുക. ഹാൾ ടിക്കറ്റും പേനയും മിനിമം നിങ്ങൾ എക്സാമിന് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാത്രം എക്സാമിന് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും അഫിനി തിരിച്ചു വന്നിട്ട് ഓന്റെ ഒടുക്കത്തെ വിശേഷങ്ങൾ നമുക്ക് പോയപ്പോ ചോദിച്ചിട്ടുള്ളൂ എപ്പോഴും നിങ്ങൾ വരിക, 5 മിനിറ്റിലെത്തി. എപ്പോഴാ വരികയെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ തന്നെ വരും എന്ന് അഫീഫ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എന്തായാലും അഫീക്ക് നമ്മൾ ഹാൾ ടിക്കറ്റും സാധനവും കൊണ്ടുപോയി കൊടുത്തു, വീട്ടിലേക്ക് തിരിച്ച് പോവാണ്. അപ്പം നമ്മളിപ്പം അഫിയുടെ പരീക്ഷ തിരക്കുകൾക്കിടയിൽ നമ്മൾ ജസ്റ്റ് അഫിൻ്റെ അല്ല, ഈച്ചും ഇമ്മച്ചിയും ഞങ്ങളെല്ലാവരും സംയുക്തമായി നിർമ്മിക്കുന്ന എ ഫ്രെയിമിൻ്റെ അടുത്തൊന്ന് എത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ വയറിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഫുള്ള് പൈപ്പും കാര്യങ്ങളും കറക്റ്റ് വയറിങ് പണികൾ, ബാത്റൂമിലേക്കുള്ള വയറിങ് പണികൾ, അവിടേക്കുള്ള വയറിങ് പണികൾ, ഇവിടേക്കുള്ള വയറിങ് പണികളൊക്കെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേതൊക്കെ ഉണ്ടല്ലേ, വെറ്റ് ഫ്ലോറും മറ്റേ ഫ്ലോറൊക്കെ ആക്കെ നല്ലതാ, ആക്കെ നല്ലതാണ്. നമ്മളുണ്ടാക്കിയില്ല, ഇനി വരുമ്പോഴെങ്കിലും ഉണ്ടാവട്ടെ. ഈ ഒരു ഏരിയ ഫ്രീ ആണല്ലോ, ഇവിടെ അടക്കം വയ്ക്കാറല്ലേ? അവിടെ ഇത് വരും. എന്നിട്ട് ഇവിടുന്ന് ഒരു എന്തെങ്കിലും സാധനം കൊടുക്കുക. അത് ശരി. അപ്പം 2 റൂമിനും ഒരു സ്പേസ് കിട്ടും ഡ്രസ്സ് എടുത്തൊക്കെയാണ് ഇതിനൊക്കെ ഉള്ളത്. ഓക്കെ. അപ്പം ഇവിടേക്കും 0.5 കേട്ടോ, ഇവിടേക്കും വയറിങ് നടന്നുകൊണ്ട് കേട്ടോ. ഫുള്ള് മേലത്തെ ഫുൾ വയറിങ് പരിപാടികളാണ് ഓരോന്നോരോന്നായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മേലക്കൊന്ന് കയറിയൊക്കെ വാ. KP സ്റ്റെപ്പ് നല്ലോണം നോക്കണേ. 0.5 നോക്കണ്ട, കാല് നോക്കിക്കോ. 0.5 മീറ്ററിൽ അടിയാവും. അപ്പോൾ ഇതാ നമ്മൾ മുകളിലെ ഫ്ലോറിലെത്തിട്ടോ. ഈ കപ്പി എന്തിനാണ് ഇട്ടിരിക്കണേ? സാധനങ്ങൾ കയറ്റാനല്ലേ? പൊട്ടിക്കണല്ലോ. യോ, അത്ര ഉള്ളു ഇപ്പോഴത്തെ കപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റി. പണ്ടത്തെ കപ്പി എത്ര പവർഫുൾ ഇനി. ഓക്കെ. ഇവിടെ അന്ന് വന്ന് ഷീറ്റ് അടിച്ചില്ലേ? അപ്പോൾ ഷീറ്റ് അടി കോൺക്രീറ്റ് ചെയ്തു വാഷ്റൂമിന്. ഇനി അതേപോലെ തന്നെ
ഇതേക്കാരം ഇവിടുത്തെ ഏറ്റവും പ്രീമിയം റൂമായിട്ട് വരുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. വ്യൂ കൊണ്ട് ഇങ്ങനെ ഷോർട്ട് വെച്ചാണ്ടല്ലോ പുഴ വൈബും പുഴമൂടും പുഴയുടെ കളകളാരവും കേൾക്കുന്ന റൂമായിട്ട് വരിക ഈ റൂമാവും. ഇതേ പറയില്ല, ഇത് വലിയൊരു കക്കാടംപോയിൽ ഊട്ടി വൈബ് അല്ലെങ്കിലും ഇപ്പം ഒരു നമ്മളെ പോലെയുള്ള ഒരു ഇടത്തരം ഫാമിലികൾക്കൊക്കെ വന്നിട്ട് ഇടയ്ക്കൊന്ന് ചില്ല് ചെയ്യാൻ ഒരു ഗ്രില്ലൊക്കെ ചെയ്ത് ജസ്റ്റ് മറ്റാരും ഇടങ്ങേറും പോയിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഇടങ്ങേറ് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഇടങ്ങേറില്ലാതെ പ്രഥമദൃശ്യ ആരും ഇവിടെ ഇല്ല, ഈ ഏരിയയിൽ ആരും ഇല്ലാതെ അവിടെ ഒന്ന് കുക്കൊക്കെ ചെയ്ത് ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഇതേക്കാരം എനിക്ക് തോന്നുന്ന ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള റൂം ഇവിടെയാണ്. ഒരു സ്പേസ് വരുന്നത് മൊത്തത്തിൽ നമ്മളെ ആൾക്കാർ ഇരിക്കണേ, അതേപോലെ ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ശരിക്കും ഇവിടെ റൂമാക്കണില്ലേ, പക്ഷെ അപ്പോൾ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി. ഒരു ചില്ലിങ് സ്പേസ് ആക്കിയിട്ട് മാറ്റാൻ. മനസ്സിലായി. പിന്നെ അവിടെ അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ട് കേട്ടോ. ഞങ്ങൾക്ക് ഉപകരിക്കുന്ന സ്പോട്ടായിട്ട് വരിക അതാണ് അടുക്കള. അടുക്കളയുടെ ഡിസൈനിൽ ഐ ആം ത്രിൽഡ്. എല്ലാ കുക്കിംഗ് വ്ളോഗ്സും ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അടുക്കള അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ പെരീത്തെ അടുക്കള മാറിയില്ലെങ്കിലും ഇവിടുത്തെ അടുക്കള മാറും എന്നാണ്. മാറ്റുവിൻ ചട്ടകങ്ങളെ എന്നുള്ള കോട്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അതെന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ വയറിങ് പണികൾ നടന്നുകൊണ്ടിരിക്കണു. റൂമിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് നമ്മൾ ഇൻറ്റീരിയേഴ്സ് ഫുള്ള് ചെയ്യണത്. കൊണ്ടോട്ടിയുള്ളവരാണ്, സൂപ്പർ ടീമാണ്. വളരെ എല്ലാവരും ഭയങ്കര ജെന്വിൻ ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര ഗുഡ് ക്യാരക്ടേഴ്സ്, എല്ലാവരും അടിപൊളി ക്യാരക്ടറാണ്. അപ്പം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവർക്ക് ഞാൻ വേറൊരു വർക്കും കൂടി കൊടുത്തിട്ടാണ്. അവർക്ക് ഇത് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതിന് അടുത്ത വർക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെ ഇനിയിപ്പം കാര്യങ്ങളെന്താ. അപ്പോൾ ഇതാണ് നമ്മളെ എഫ്രൈമിൻ്റെ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതാണ് നമ്മൾ അടുക്കള വരുന്നത് കേട്ടോ. ഇവിടെ അടുക്കളൻ്റെ ഈ തിണ്ട് സംഭവങ്ങൾ, ഗ്യാസ് പരിപാടികളൊക്കെ ഇവിടെ വരും. ഇവിടെ ഫുള്ള് ടേബിൾസ് വരും, 3-4 ടേബിൾ ഉണ്ടാവും. അതാണ് പ്ലാൻ വന്നപ്പോൾ അങ്ങനെയാണ് പ്ലാൻ കിടക്കുന്നത്. കിടിലൻ മത്സരം. വിവേകേട്ടൻ എവിടെ തിരിഞ്ഞാലും വിവേകേട്ടൻ. ഇതെന്ത് വിവേകേട്ടൻ പട്ടിക്കൂടോ? വാട്ടർ ടാങ്ക് വെക്കാനോ? ഇത് ഇതേപോലെ അങ്ങോട്ടൊക്കെ കിട്ടുന്നു. പട്ടിക്ക് സാറായിട്ട് നടക്കാം. പിന്നെ ഇത് പുലിക്കൂടാണ്. അപ്പോൾ എന്ത് തരം ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ, അതിനെന്താ പറയുക? മെറ്റൽ ഫാബ്രിക്കേഷൻ, ഇൻഡസ്ട്രിയൽ വർക്ക്സ്. എന്ത് തരം അപ്പോൾ ബോസാണ് എന്ത് തരം ഇൻഡസ്ട്രിയൽ വർക്കുകൾക്കും കോൾ വിവേകേട്ടനെ വിളിക്കാൻ. നിലമ്പൂരിലെല്ലാവരും എന്ത് തരം ഇൻഡസ്ട്രിയൽ വർക്ക് ഉണ്ടെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും വിവേകേട്ടനെ കോൺടാക്ട് ചെയ്യുക. ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള, ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള ഒരു പണിക്കാരെ വേറെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് ഡൗട്ടാണ്. പക്ഷേ നമ്പർ കൊടുക്കണ്ട നമുക്ക്. വേണ്ട സമാധാനം പോയി. ഇപ്പോൾ വിവേകേട്ടനൊരു സമാധാനം ഉണ്ട്. കാണിച്ചെടുക്കല്ലേ അല്ലാ. അപ്പോൾ വിവേകേട്ടനെ വിളിക്കുക എല്ലാവരും. വിവേകേട്ടനെ വിളിക്കാനുള്ള കോൺടാക്ട് ചെയ്യാൻ സംസുഖാൻ്റെ നമ്പറായിട്ട് കൊടുക്കണ്ട. പണിയാവും കേട്ടോ, ആകെ കോളാവും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസുഖാക്ക ടൈൽസ് കാര്യങ്ങൾ ബന്ധപ്പെട്ട പരിപാടികളാണെന്നുണ്ടെങ്കിൽ സംസുഖാക്കാനും കോൺടാക്ട് ചെയ്യുക. എഫ്രൈമിലും ബന്ധപ്പെട്ട ഒരു ഫാമിലി പാക്കേജാണ് കേട്ടോ. സംസുഖാക്കും വിവേകേട്ടനൊക്കെ ഒരു ടീമാണ് ഇവർ. ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക്. ഹായ് ഏട്ടാ. ഹായ് ചേട്ടൻ്റെ പേര്? എന്താ വിശേഷം? നടക്കട്ടെ. അപ്പോൾ ഐ ആം എക്സൈറ്റഡ് ഹൗ അടുക്കള വിൽ ബി. എങ്ങനെയാവും അടുക്കള മേക്ക് ഓവർ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാവും അടുക്കള എന്നുള്ളത്. പണ്ടേ റിപ്പർ മൂടാണ് ഞാൻ. കാണിച്ചു കൊടുത്താൽ കേപ്പിയെ ബിൽഡിങ് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ. അപ്പോൾ സൂപ്പറായിട്ട് വരുന്ന എക്സ്പെക്ട് ചെയ്യണം. അവിടെ കുറച്ച് ഇതിൻ്റെ പ്ലാൻ ഉണ്ട് കേട്ടോ. എന്താണ്
എന്താ ഇനി പറയാ ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യാനല്ലേ? ലാൻഡ്സ്കേപ്പിൻ്റെ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ലാൻഡ്സ്കേപ്പിന് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ലാൻഡ്സ്കേപ്പിൻ്റെ പ്ലാൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നിട്ട വ്ളോഗിൽ എൻഡിൽ ഡ്രൈവർ അപ്ലിക്കേഷൻ ഒരു ഇത് അയച്ചിരിക്കണം, ഒരു നമ്പർ കൊടുത്തിരിക്കണം. അപ്പോൾ ആ നമ്പർ ഇന്നിട്ട വ്ളോഗിൻ്റെ എൻഡിൽ നിങ്ങൾ നോക്കിയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ചെയ്ത വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് അയച്ചിട്ട്, അപ്പോൾ അതിൽ നോക്കിയിട്ട് നല്ലൊരു ടീമിന് എന്തായാലും നമ്മൾ കൊടുക്കണമാവും. ഒരു വാട്സപ്പ് നമ്പർ ഇട്ടുണ്ട് ഇന്നിട്ട വ്ളോഗിന്. ഇന്നിപ്പം എല്ലാ കപ്പിൾസും നിൽക്കണ ഒരു ഡ്രഡു ഷാനും ജിമ്മി ഇഫ്രീം അച്ചു ലീ നിൽക്കണതിൻ്റെ നടുവിൽ ഞാൻ നിന്നിട്ട് ബാക്കിലൊരാൾ നിൽക്കണ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പം ആ ഫോട്ടോ ഉള്ള വ്ളോഗിൻ്റെ തമ്മിലിൻ്റെ എൻഡിലാവും ഈ സംഭവം വരിക, നമ്പർ വരിക. അപ്പോൾ ആ നമ്പർ എൻ്റെ കയ്യിൽ ഫോണില്ല, അതുകൊണ്ടാണ് എടുത്തരാത്തത്. ആ നമ്പർ ഫോണിലാണ്. അപ്പോൾ അതിക്ക് എന്തായാലും വാട്സപ്പിൽ നിങ്ങളുടെ ഡാറ്റയും ഡോക്യുമെൻറ്റ്സും അയക്കുക. അപ്പോൾ എന്തായാലും ഓഫീസ് സ്കൂളിൽ വന്നിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അടുത്ത സ്കൂളിലടാ അതെന്താ? ഹായ്, എന്താ വർത്താനടാ? അല്ല കണ്ടിട്ട് മനസ്സിലായില്ല. അസ്സലാമു അലൈക്കും. വലിയ കുട്ടിയാലോ? മാഷാ അല്ലാ. ഏട്ടനെടുത്തു ആശിക്ക്? ആശിക്ക് തന്നെയല്ലേ ഏട്ടൻ? ആ, അപ്പം കറക്റ്റ് ആളാ. ഓക്കെ ഓക്കെ എന്നാ സ്കൂളിലടാ എനിക്ക്? എന്താ പോകത്തെ? ഇല്ല, ഓനെ തപ്പിയേച്ച് വന്നേ? ഓനല്ലേ അവിടെ ആണ്ട് പോകണ്ട എൻ്റെ കുട്ടി ഒറ്റയ്ക്ക്. ഇങ്ങോട്ട് തിരിച്ചോളി. കെട്ടുങ്ങൾക്ക് എന്തിനാ കെട്ടി ഒറ്റ പോണേ? അവിടെ ഓൻ്റെ കാക്കണ്ടോ? അല്ലല്ലോ, അൻ്റെ എപ്പ ഉണ്ടല്ലോ അവിടെ. അൻ്റെ എപ്പ അവിടെ നിൽക്കണ്ട് റോട്ടുമക്കത്ത് ഉണ്ട്. റൈമാക്കപ്പൻ ആ ക്ലബിൻ്റെ അവിടെ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇപ്പം നമ്പർ വാങ്ങിയിട്ടുള്ളോ? ഓരോ ആവശ്യത്തിന് നമ്പർ വാങ്ങിക്കണേ. വേഗം തിരിച്ചോ, വാപ്പാനെ കണ്ടുപെടണ്ട. ആ, സ്കൂളിൽ പോകാത്ത ആരും അറിയണ്ട, വേഗം തിരിച്ചു പോയിക്കോ. ആ എടാ പോയിക്കോരുത് കേട്ടോ, പുഴയ്ക്ക് പോകരുത്. ഓൻ്റെ കാക്ക ഉണ്ടോ ഇതിനവിടെ? അവിടെ പോകുന്നുണ്ടോ? ആ, പരിചയത്തോടെ വന്നാ. അല്ല, പരിചയത്തോടെ വന്നാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ പ്രശ്നമല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ശരിക്കും ഈ വ്ളോഗിൻ്റെ അവസാനം വരേണ്ടത് അഫീഫ് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള എക്സാമിൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അഫീഫിനെ കിട്ടിയിട്ടില്ല. അഫീഫ് എക്സാം കഴിഞ്ഞ ഉടനെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വീട് വിട്ടു ഇറങ്ങി. അപ്പോൾ ഞാൻ ഈച്ചു ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതാ ബാംഗ്ലൂർ നമുക്ക് പരിപാടി ഉണ്ട് കേട്ടോ. നാളെ ബാംഗ്ലൂരിൽ ഷോ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും, ഏറ്റവും പ്രിയപ്പെട്ട മാനേജർ, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ശ്രീമാൻ ആഷിഖ് കുന്നുമ്പ്രം, സൗണ്ടിൽ മാന്ത്രികത തീർക്കുന്ന ആഷിഖ്, അതുപോലെ തന്നെ ഫാത്തിമ, പോയ ശബ്ദം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഫാത്തിമ, ഉള്ള ശബ്ദം കൊണ്ട് അഡ്ജസ്റ്റ് ആക്കി എങ്ങനെയെങ്കിലും 4 പരിപാടി അഡ്ജസ്റ്റ് ചെയ്ത് പാടിപ്പോകുന്ന ഞാൻ. എന്തൊക്കെ തന്നെ ഐസ് നിന്ന് പാടിയാലും, ഐശ്വര്യത്തിൽ നിന്ന് പാടിയാലും, മറ്റേ ഫലൂദ നിന്ന് പാടിയാലും മാഷാ അല്ലാ സൗണ്ട് പോകാത്ത ഈച്ചു. കെ പി ഏതൊക്കെ തരം ക്ലൈമറ്റിൽ എന്ത് തരം പാട്ട് ഡെലിവർ ചെയ്യാനും കെ പി. സോ ഗൈസ്, നമ്മൾ പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വ്ളോഗിൽ കൂടുതൽ ഉഷാറായിട്ട് കാണാം. അഫീഫിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും അടുത്ത വ്ളോഗിൽ നമ്മൾ ആഡ് ചെയ്യുക. മിക്സിങ് വ്ളോഗായി, 2 ദിവസത്തെ മിക്സായി. അപ്പം ഇനിയും കാത്തുനിന്നാൽ എന്താ വെച്ചാൽ ബസ് കാലിക്കറ്റ് എയർപോർട്ടിൽ ബസ്സിലാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ ആ ലൈൻ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് ഉണ്ടാവില്ല. പോണത് കണ്ടിട്ട് വരും ഫ്ലൈറ്റ്. അപ്പോൾ എന്തായാലും ഗൈസ്, അടുത്തൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ പോകാൻ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.